ഉണ്ടാകട്ടെ. വീണ്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്കിങ്ങനെ കൂടി വരുവാനും ദൈവവചനം പഠിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാനും ഇടയായതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച യാത്രയിലായിരുന്നത് കൊണ്ടാണ് പങ്കെടുക്കാനായിട്ട് കഴിയാതെ ഇരുന്നത്. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും സുഖത്തോടെയും സന്തോഷത്തോടെയും ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം തന്ന ഈ വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഈ കാലങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകത്തക്ക വിധത്തിൽ ഒരു തിയോളജിക്കൽ ട്രീറ്റിസിനേക്കാളും ഒരു അപ്പോളോജറ്റിക് അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദ സമയത്ത് അല്ലെങ്കിൽ ചോദ്യോത്തര സമയത്ത് ഉത്തരം കൊടുക്കത്തക്ക വിധത്തിൽ ക്രമീകരിച്ച ചില ക്ലാസ്സുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. 5 ബുധനാഴ്ചകളിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. നമ്മൾ ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ ഒരു ഇത് കണ്ടായിരുന്നു. അതായത് ബൈബിളിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയും തെളിയിക്കാനായിട്ട് ഉള്ള മാർഗങ്ങളെ എല്ലാം കൂടെ കോർത്തിണക്കിയുള്ള ഒരു ചുരുക്കെഴുത്ത്, ഒരു അക്രോനിം, മാപ്സ്, MAPS. അതിൽ ഒന്നാമത്തേത് മാനുസ്ക്രിപ്റ്റ്സ് ആണ്, കയ്യെഴുത്ത് പ്രതികളാണ്. ഒറിജിനലായിട്ടുള്ള പുസ്തകങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ ആ കാലങ്ങളിൽ ഓരോരുത്തർ സൂക്ഷിച്ചു വെച്ചത്, എഴുതി സൂക്ഷിച്ചു വെച്ചത്, ഒരു പക്ഷെങ്കിൽ ഭൂമിയുടെ അടിയിലൊക്കെ അകപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഗുഹകളിലൊക്കെ സംരക്ഷിക്കപ്പെട്ടത്, വിവിധ തലങ്ങളിൽ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട കയ്യെഴുത്ത് പ്രതികൾ, അത് ബൈബിളിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ തെളിവാണ്, വലിയ സാക്ഷ്യമാണ് തരുന്നത്. അന്ന് എഴുതിയ ഈ പുസ്തകത്തെ ആളുകൾ വിലമതിച്ചിരുന്നു. അതുകൊണ്ട് ഒരു വളരെ പണം മുടക്കി കോപ്പികൾ എടുത്ത് സൂക്ഷിച്ചു. മാത്രമല്ല അനേകം പേര് അങ്ങനെ സൂക്ഷിച്ചു. അത് ഈ പുസ്തകം അന്നേ ദൈവികമാണെന്ന് അന്നത്തെ വായനക്കാർക്ക് തന്നെ മനസ്സിലായി എന്ന് തെളിയിക്കുകയാണ്. ഈ വായനക്കാർ ദൈവികമായ അടയാളങ്ങളൊക്കെ കണ്ടവരുമാണ്. അതായത് ദൈവം വചനം കൺഫേം ചെയ്യാനായിട്ടാണ് വാസ്തവത്തിൽ ബൈബിളിലെ ഹീലിംഗ് ഉൾപ്പെടെയുള്ള അടയാളങ്ങളൊക്കെ നൽകി തന്നത്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അത് വായിക്കുന്നുണ്ട്. അവൻ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനം ഉറപ്പിക്കാനായിട്ട് ദൈവം തന്ന മാർഗങ്ങളാണ് ഹീലിങ്ങും അന്യഭാഷയും പ്രവചനങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അത്തരം ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഇന്നില്ല എന്ന് പറയുന്നത്. കാരണം ആ കാലത്ത് വചനം ഉറപ്പിക്കാനായിട്ട് തന്ന തെളിവുകളായിരുന്നു. അങ്ങനെ ഉറപ്പിച്ച് അനേകർക്ക് കിട്ടിയ, അവർ ദൈവവചനമാണെന്ന് സാക്ഷീകരിച്ച ആ ദൈവവചനത്തിൻ്റെ കോപ്പികളാണ് അവർ ധാരാളമായിട്ട് എടുത്തു വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ കയ്യെഴുത്ത് പ്രതികൾ വലിയ തെളിവാണ് തരുന്നത്. മാത്രമല്ല അന്നത്തെ കയ്യെഴുത്ത് പ്രതികളും ഇന്നത്തെ ബൈബിളും ഒരേപോലെ ഇരിക്കുന്നു എങ്കിൽ 1-ാം നൂറ്റാണ്ട് തൊട്ട് ഇതുവരെയുള്ള കാലങ്ങളിൽ ഇതിൽ സ്ഖലിതങ്ങൾ ചേർക്കാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. ദൈവം ഇതിനെ സംരക്ഷിച്ചു എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. കയ്യെഴുത്ത് പ്രതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. നമ്മളത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഭൂഗർഭ ശാസ്ത്രത്തെക്കുറിച്ചും പഠിച്ചു. ബൈബിള് മിത്തോളജിയാണ്, കെട്ടുകഥയാണെന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്. ഇത് ചില ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാനായിട്ട്, മോറൽസ് പഠിപ്പിക്കാനായിട്ട് ചില കഥകൾ എഴുതി ചേർത്തതാണെന്ന് പറയാറുണ്ട്. നമ്മൾ LKGയിലൊക്കെ കുഞ്ഞുങ്ങളെ ചില ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ചില കഥകളൊക്കെ പഠിപ്പിക്കും. അതുപോലെ ബൈബിളിലും ചില ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർത്തതാണ്. അല്ലാതെ ഇതിനെ അക്ഷരം പ്രതി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇത് അക്ഷരം പ്രതി ദൈവവചനമാണെന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന അനേകരെ ഈ കാലത്ത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഭൂഗർഭശാസ്ത്രം പറയുന്നത് ബൈബിളിൽ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി ചരിത്രപരമാണ്. ഇത് കെട്ടുകഥകളോ മനുഷ്യ സങ്കല്പങ്ങളോ അടങ്ങിയ ഒരു ഗ്രന്ഥമല്ല, മറിച്ച് വിശ്വസനീയമായ സത്യസന്ധമായ ചരിത്ര ഗ്രന്ഥമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക ശിലാലിഖിതങ്ങൾ, അതുപോലെ പ്രാചീന എഴുത്തുകൾ, ഇങ്ങനെയൊക്കെയുള്ളത് പലതും ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ബൈബിളിലെ
ചരിത്രം സത്യസന്ധമാണെന്ന് തെളിയിക്കുന്നവയാണ്. വില്യം റാംസെയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. അദ്ദേഹം ഒരു നാസ്തികനായിരുന്നു. ബൈബിളിലെ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലെ സ്ഥലനാമങ്ങളും ഒക്കെ അതുപോലെ സ്ഥാനനാമങ്ങളും ഒക്കെ വെറും നിർമ്മിത കഥകളാണെന്ന് തെളിയിക്കാനായിട്ടാണ് അദ്ദേഹം പാലസ്തീനിലേക്ക് പോയി അനേക സമയം ചെലവിട്ടത്. എന്നാൽ അദ്ദേഹം അവസാനം ഈ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിലെ സ്ഥലനാമങ്ങളും അതുപോലെ സ്ഥാനനാമങ്ങളും അതുപോലുള്ള വിവിധ ചരിത്ര വസ്തുതകളെല്ലാം ശരിയാണെന്ന് പറയുകയും അദ്ദേഹം അതിനെക്കുറിച്ച് ഗ്രന്ഥം ചമയ്ക്കുകയും അദ്ദേഹം ഒരു വിശ്വാസിയായി തീരുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് സർ വില്യം റാംസെ എന്നൊക്കെയുള്ള പദവി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ, ഇത് മാത്രമല്ല എല്ലാ കണ്ടുപിടുത്തങ്ങളെയും ആദരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകാനായിട്ടിടയായി. ഇതുപോലെ അനേക നാസ്തികരായ അല്ലെങ്കിൽ സംശയങ്ങളുള്ള എഗ്നോസ്റ്റിക്കായിട്ടുള്ള അനേകര് ഈ കാര്യങ്ങളെക്കുറിച്ച്, ബൈബിളിലുള്ള സ്ഥലങ്ങളെക്കുറിച്ചും സ്ഥലനാമങ്ങളെക്കുറിച്ചും അതുപോലെ സ്ഥാനമാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടത്തി, രാജാക്കന്മാരെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ബൈബിള് വിശ്വസനീയമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ അനേകായിരം ഭൂഗർഭശാസ്ത്ര തെളിവുകൾ മുഖാന്തരം ബൈബിള് ആധികാരികമാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിൽ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കത്തക്കതായിട്ട് ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരെണ്ണം ലഭിച്ചിരുന്നുവെങ്കിൽ അനേകരത് കുത്തിപ്പൊക്കി നടക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഭൂഗർഭ ശാസ്ത്രപരമായിട്ടുള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള ഒരു തെളിവുകളും ബൈബിളിനെതിരെ ലഭിച്ചിട്ടില്ല. അത് ബൈബിളിൻ്റെ ആധികാരികതയെ കാണിക്കുന്നു. ഇന്ന് നമ്മൾ പ്രവചനം എന്നുള്ള വിഷയത്തിലേക്കാണ് വരുന്നത്. ഓരോരോ പ്രവചനം എടുത്ത് ഇതാ ആ പ്രവചനം നിവർത്തിച്ചു എന്ന് പറയുന്നതിന് പകരം ഈ പ്രവചനങ്ങളുടെ പ്രാധാന്യം, ഇതിൻ്റെ ഇത് ശരിയാണെന്ന് എങ്ങനെ അറിയാം, ഇതെങ്ങനെ വിശ്വസിക്കാം, ഇതെങ്ങനെ അംഗീകരിക്കാം, ബൈബിളിലെ പ്രവചനങ്ങൾ ശരിക്കും മുമ്പേ എഴുതിയതാണോ അതോ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം ചരിത്രമായിട്ട് എഴുതി വെച്ചിട്ട് കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് പറയുന്നതാണോ? ഒരു സംഭവം കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് വെച്ച് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വെറും കഥകളാണോ പ്രവചനം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച നമുക്ക് ഈ ബൈബിളിൽ ഒരുപാട് കണക്കുകളുണ്ട്, പ്രത്യേകിച്ച് സ്ഥിതിവിവര കണക്കുകൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതൊക്കെ ബൈബിളിൻ്റെ പ്രോബബിലിറ്റി, ബൈബിൾ ശരിയായിരിക്കാനുള്ള, സത്യസന്ധമായിരിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച പോകാം. അപ്പം ഇന്ന് നമ്മൾ പ്രവചനങ്ങളിലേക്കാണ് പോകുന്നത്. പ്രവചനങ്ങളുടെ ഉദ്ദേശം ഇത് യെശയ്യാവ് 46:9-10 പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ അല്ലാതെ ഒരു ദൈവവും ഇല്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ദൈവം തന്നെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യമാണ്. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്രയേല് മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ച് അറിവീൻ, അല്ലെങ്കിൽ സമുദ്രം ക്രോസ് ചെയ്ത് അറിവീൻ, മരുഭൂമിയിലൂടെ സഞ്ചരിച്ചത് അറിവീൻ, അല്ലെങ്കിൽ പഴയകാലത്തുള്ള അനേക അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കുവീൻ, ചിന്തിക്കുവീൻ. അതിനൊക്കെ ചരിത്ര തെളിവുകളുണ്ട്, ആർക്കിയോളജിക്കൽ തെളിവുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇസ്രയേലിൻ്റെ പഴയ രാജാക്കന്മാരെ കുറിച്ച് അറിയുവീൻ, അല്ലെങ്കിൽ ഓർക്കുവീൻ. ഇതെല്ലാം ഓർത്താൽ തന്നെ, ഇതുവരെ സംഭവിച്ച ചരിത്രപരമായ കാര്യങ്ങൾ ഓർത്താൽ തന്നെ, ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടത് ഓർത്താൽ തന്നെ, ആ സമുദ്രം വിഭജിച്ച് തൻ്റെ ജനത്തെ കടത്തിവിട്ടത് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനല്ലാതെ വേറൊരു ദൈവമില്ലെന്ന്, ഞാൻ തന്നെയാണ് ദൈവം, എന്നെപ്പോലും ഒരുത്തനുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ഇതാ ഞാൻ ഒരു കാര്യം കൂടെ ഇപ്പോൾ പറയുകയാണ്, ഞാൻ ദൈവവുമാണെന്ന് അറിയാനായിട്ട്. അതെന്താ? ഞാൻ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും പ്രസ്താവിക്കുന്നവനാണ്. ഞാൻ മുമ്പേറെ കാര്യങ്ങൾ പറയുന്നവനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിവൃത്തിയാകുകയും ചെയ്യും, എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. അപ്പോൾ വാസ്തവത്തിൽ ഈ കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരു സംശയവും ഇല്ലാതെ ഞാൻ പറയുന്ന, മുൻപേ പറയുന്ന, അല്ലെങ്കിൽ
പ്രവചനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഞാൻ ദൈവമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്, കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ദൈവം ആ ഭാഗത്ത് പറയുന്നത്. അടുത്ത വാക്യവും അതുപോലെ രസകരമായ പ്രാധാന്യമേറിയ ഒരു വാക്യമാണ്. യെശയ്യാവ് 48 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. I have declared the former things from the beginning, and they went forth out of my mouth, and I shewed them. I did them suddenly, and they came to pass, because I knew that thou art obstinate, and thy neck is an iron sinew, and thy brow brass. I have even from the beginning declared it to thee. Before it came to pass, I shewed it thee, lest thou shouldest say, mine idol hath done them, and my graven image and my molten image hath commanded them. മലയാളത്തിൽ ആ വാക്യം ഇങ്ങനെയാണ്: പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ടു തന്നെ പ്രസ്താവിച്ചു. പണ്ടു നടന്ന കാര്യങ്ങളെ അതിനു പണ്ടു തന്നെ ഞാൻ പ്രസ്താവിച്ചു. അവ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ അവയെ കേൾപ്പിച്ചു. പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു. അപ്പം ഞാൻ കേൾപ്പിച്ച പല കാര്യങ്ങളും ഞാൻ പ്രവർത്തിച്ചു. അവ സംഭവിച്ചുമിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തിനാ? ഇങ്ങനെ മുന്നമേ പറയുന്നത് എന്തിനാ? നീ കഠിനനെന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുക കൊണ്ട്. എന്ന് പറഞ്ഞാൽ നീ ഒരു മത്സരിയാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവനാണ്, പിന്നെയും തെറ്റിപ്പോകുന്നവനാണ്, എന്നെ മറക്കുന്നവനാണ് എന്നെനിക്കറിയാം. അങ്ങനെ അറിയുന്നതുകൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. നടക്കാനുള്ള പല കാര്യങ്ങളും മുമ്പേ തന്നെ പ്രസ്താവിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം മുന്നമേ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കുന്ന ഒരു രീതി ബൈബിളിൽ ദൈവം ഒരു സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു പർപ്പസും കൂടെ പറയുക. എൻ്റെ വിഗ്രഹം അവയെ ചെയ്തു എന്നും എൻ്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചു എന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചു ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പല മനുഷ്യരും ഉണ്ട്, പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിക്കും, പല സ്ഥലത്തു നിന്നും പോയി അനുഗ്രഹം തേടും. എന്നിട്ട് അവസാനം ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെയുള്ള ദേവനോ വിഗ്രഹമോ അല്ലെങ്കിൽ ദേവിയോ ഒക്കെ തന്നതാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ ചെയ്യുമായിരുന്നു. ഇന്ത്യയിലും നമ്മളത് കാണുന്നുണ്ട്, ലോകത്ത് മുഴുവൻ അത് കാണുന്നതാണ്. പല കാര്യങ്ങളും ദൈവം ചെയ്യുന്നത് മറ്റു പലർക്കും കൊടുക്കുക. കാരണം അവരോടൊക്കെ ദൈവം ചിലപ്പോൾ ഈ മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നിരീശ്വരന്മാരെന്നേ അവർ പറയും ബൈ ചാൻസ് അങ്ങ് സംഭവിച്ചതാ, എങ്ങനെയോ സംഭവിച്ചു പോയതാ. പക്ഷേ വാസ്തവത്തിൽ ദൈവം സംഭവിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ, എൻ്റെ വിഗ്രഹം അത് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ദൈവം അത് ചെയ്തു എന്ന് പറയാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്യുക, അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചുമിരിക്കുന്നു. അതായത് ദൈവത്തെ ദൈവമെന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാന മാധ്യമമാണ് ഈ മുമ്പേ പറയുന്ന കാര്യങ്ങൾ, ഫോർടെല്ലിംഗ്. മുമ്പേ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പ്രസ്താവിക്കുക. ഇത് മറ്റാർക്കും കഴിയുന്ന ഒരു കാര്യമല്ല, ഒരു വിഗ്രഹത്തിനും കഴിയത്തില്ല. ഈ വിഗ്രഹ സേവയൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഗസ് ചെയ്ത് ചിലതൊക്കെ പറഞ്ഞെന്ന് വന്നേക്കാം, 100-ലൊന്നോ 1000-ലൊന്നോ സംഭവിച്ചെന്നും വന്നേക്കാം. എന്നാൽ ഇതതുപോലല്ല, കൽപ്പിക്കുന്നത് മുഴുവൻ അതുപോലെ സംഭവിക്കുക. മാത്രമല്ല ഈ കൽപ്പിക്കുന്നതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് ഒരാൾക്ക് നേരത്തെ ഗസ് ചെയ്യാനായിട്ട് കഴിയാത്തതാ, ഊഹിച്ച് പറയാൻ കഴിയാത്തതാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒരു വിഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ ദൈവത്തിന് എന്നാ ഛേദം? ദൈവത്തിൻ്റെ ഛേദം എന്നാന്ന് ചോദിച്ചാൽ ഈ ജനം തെറ്റിപ്പോകാനായിട്ട് ഇടയാകും. 1000 കാര്യം പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, അത് എൻ്റെ ദേവനാണ് ദേവിയാണ് തന്നതെന്ന് വിശ്വസിക്കാനിടയായാൽ അത് വഴി തെറ്റിപ്പോകാനുള്ള ഒരു വലിയ കാരണമായി തീരും. ദൈവം സ്നേഹമുള്ളവനാണ്, തൻ്റെ ജനം വഴിതെറ്റിപ്പോകുന്നവന് ഇഷ്ടമല്ല. മാത്രമല്ല അവർ വഴിതെറ്റിപ്പോയാൽ ചെന്നെത്തുന്നത് നിത്യനാശത്തിലാണ്. അപ്പം സ്നേഹവാനായ ദൈവത്തിന് അത് സഹിച്ചുകൂടാ. അപ്പം അതുകൊണ്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തൻ്റെ പ്രവൃത്തികളിലൂടെ. എന്ന് മാത്രമല്ല മുമ്പേ കാര്യങ്ങൾ പറഞ്ഞ് ഫോർടെല്ല് ചെയ്ത് ഞാനാണ് ദൈവം എന്ന് ജനത്തിന് ബോധ്യം വരുത്തുന്നവനാണ്. അപ്പം ഈ പ്രവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രവചനങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം: ഹിസ്റ്ററി റിട്ടൺ ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി എഴുതിയ ചരിത്രമാണ് പ്രവചനമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
വചനത്തിൻ്റെ 28% പ്രവചനങ്ങളാണ്. ബൈബിളിൻ്റെ 28% പ്രവചനങ്ങളാണ്. നിവർത്തീകരിച്ച പ്രവചനങ്ങൾ ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും തെളിയിക്കുന്നു. അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഓതറായ ദൈവത്തിൻ്റെ വിശ്വാസ്യത. ദൈവം ബൈബിളിലൂടെ സംസാരിച്ചിരിക്കുന്നത്. ആ പ്രവചനങ്ങൾ സംഭവിക്കുമ്പോൾ ബൈബിളിൻ്റെ തന്നെ വിശ്വാസ്യതയും ആധികാരികതയും തെളിയിക്കപ്പെടുക. അപ്പം ഈ പ്രവചനങ്ങൾ ബൈബിളിൻ്റെ ആധികാരികത, വിശ്വാസ്യത, നമ്മുടെ സ്വീകാര്യത ഒക്കെ തെളിയിക്കുന്ന ഒരു വലിയ കൈച്ചൂണ്ടിയാണ്, വലിയ ഇൻഡിക്കേറ്ററാണ്. ചിന്തിക്കുന്ന മനുഷ്യന് ഇതിനപ്പുറമായിട്ട് ഈ ബൈബിളിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഈ ബൈബിളിലെ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് മറ്റ് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ ഇത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ്. അപ്പം ബൈബിളിനെ തെളിയിക്കുന്ന, അതിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയും തെളിയിക്കുന്ന ഒരു നല്ല തെളിവാണ് പ്രവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ആദ്യ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തന്നെ ഏകദേശം 109 പ്രവചനങ്ങൾ നിവൃത്തിയായി. കൂടുതൽ തെളിവുള്ളതാണ്. ഇതിൽ കൂടുതൽ പ്രവചനങ്ങൾ വാസ്തവത്തിലുണ്ടാവും, നിവൃത്തിയാകുകയും ചെയ്തു. എന്നാലും ഒരു ഓഥർ പറഞ്ഞിരിക്കുന്നത് 109 പ്രവചനങ്ങൾ നിവൃത്തിയായെന്നാണ്. 15,000 കോടി ജനങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഏക മശിഹ യേശുവാണെന്ന് ഈ പ്രവചനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതുവരെ 15,000 കോടി, അല്ലെങ്കിൽ അങ്ങേയറ്റം 20,000 കോടി ജനങ്ങൾ ജീവിച്ചിരുന്ന് കാണും ഈ ഭൂമിയിൽ. ഡെമോഗ്രഫേഴ്സ് ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രജ്ഞന്മാർ പറയുന്ന അതാ. ഇപ്പം തന്നെ 800 കോടി 900 കോടിയോളം ജനങ്ങൾ ഈ ലോകത്തുണ്ട്. എല്ലാ കാലത്തും ജനിച്ച് ജീവിച്ചിരുന്നവരെ എല്ലാം കൂടെ കൂട്ടിയാലും ഒരു 15,000 20,000 കോടി ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഈ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏക മശിഹ യേശുക്രിസ്തു ആണെന്നുള്ളതാണ്. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, പിൻ പോയിന്റ് ചെയ്യുക. അതെ, ഈ ആളാണ്, ഈ ആൾ മാത്രമാണ്, ഈ ആളാണ് മശിഹ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, മാനവജാതിയുടെ പാപമോചനത്തിനായിട്ട് ദൈവം അയച്ച മശിഹ ഈ വ്യക്തിയാണ്. ഈ 15,000 കോടി ആളുകളിൽ ചരിത്രത്തിൽ മുഴുവൻ പരിധി നോക്കിയാലും ഈ പ്രവചന നിവർത്തിയിൽ നിന്ന് തന്നെ യേശുക്രിസ്തു എന്ന ഈ ചരിത്രപുരുഷൻ, ഈ ഒരുവൻ ആണ് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവിക മശിഹ, അല്ലെങ്കിൽ അഭിഷിക്തൻ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ മശിഹയാണ് മാനവജാതിയുടെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കാനായിട്ട് വന്നവൻ. ഈ മശിഹയാണ് മാനവജാതിയുടെ നിത്യപുരോഹിതൻ, ഏക പുരോഹിതൻ. ഈ മശിഹയാണ് മാനവജാതിക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പോകുന്ന നിത്യ യാഗം. ഇത് മനുഷ്യർക്ക് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ബൈബിള് ദൈവിക ഗ്രന്ഥമാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു മാർഗമാണ്, സ്വീകരിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ബൈബിളിലെ പ്രവചനങ്ങൾ. ബൈബിളിൽ അനേക മശിഹൈക അധ്യായങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ നന്നായിട്ടറിയാം. നമ്മുടെ ഇടയിൽ വളരെ ശ്രദ്ധേയമായിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജാനെ പോലുള്ളവരുണ്ട്. അതുകൊണ്ട് ഇത് വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല വാസ്തവത്തിൽ. പക്ഷേ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറയുകയാണ്. അനേക മശിഹൈക അധ്യായങ്ങൾ തന്നെ ബൈബിളിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1400 അടുപ്പിച്ച് എഴുതിയതാണ്. മോശയാണ് എഴുതിയത്. സങ്കീർത്തനങ്ങൾ 22-69 ഇത് രണ്ടും മശിഹയെക്കുറിച്ച് ധാരാളം പറയുന്ന സങ്കീർത്തനങ്ങളാണ്. BC 1000 അടുത്ത് എഴുതിയതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിൽ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് മശിഹയെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. അതുപോലെ യെശയ്യാ 9:53 ഇതൊക്കെ BC 700 അടുപ്പിച്ച് എഴുതിയതാണ്. BC 700 അടുപ്പിച്ച് എഴുതിയ പ്രവചനങ്ങളാണ്. അതുപോലെ ദാനിയേൽ 9 മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. BC 550 അടുപ്പിച്ച് എഴുതിയതാണ്. അതുപോലെ സെക്കരിയാവ് എൻ്റെ പുസ്തകത്തിൽ പലയിടത്തും യേശുക്രിസ്തുവിനെ കുറിച്ച് കുത്തിയവങ്കിലേക്ക് നോക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുത്തിയവനെ കുറിച്ച് അറിയുന്നുണ്ട്. ഇത് 520 BC അടുപ്പിച്ച് എഴുതിയതാണ്. അതുപോലെ മലാഖിയിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരാളം വെളിപ്പാടുകളുണ്ട്. മറ്റനേക പുസ്തകങ്ങളിലുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ തന്നതാണ്. ബൈബിളിൽ അങ്ങനെ നോക്കിയാൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്ന, മുന്നമേ പറഞ്ഞ 500, 700, 1000, 1500 വർഷങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്ന അനേക ഭാഗങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവചനങ്ങളുണ്ട്.
പ്രവചനങ്ങളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ. അവ പിന്നീട് എഴുതപ്പെട്ടതാണോ? ഇന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ബൈബിള് ബാബേൽ പ്രവാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് എഴുതിയതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ശുദ്ധ ഭോഷത്തരമാണ്. കാരണം മോശ എഴുതിയതായിട്ട് പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ച് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ BC 800 മുമ്പുള്ള പല കാര്യങ്ങളും സത്യമായിട്ട് കൃത്യമായിട്ട് അതത് കാലത്ത് എഴുതപ്പെട്ടതാണെന്ന് തെളിയിക്കപ്പെടത്തക്ക വിധത്തിൽ നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് എഴുതപ്പെട്ടതാകാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല, വളരെ നേരത്തെയുള്ള ഡെഡ് സീ സ്ക്രോൾസ് അല്ലെങ്കിൽ ചാവുകടൽ ചുരുളുകൾ, അതൊക്കെ ഈ BC 500 ബാബേൽ പ്രവാസത്തിനൊക്കെ ഒരുപാട് മുമ്പ്, വളരെ മുമ്പ്, അല്ലെ BC 600 500 കാലഘട്ടത്തിനൊക്കെ ഒരുപാട് മുമ്പ് എഴുതപ്പെട്ട സ്ക്രോളുകളാണ്, ചുരുളുകളാണ്. അത് കൃത്യമായിട്ട് ഡേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഡേറ്റിങ് ഒന്ന് ശാസ്ത്രീയ ഡേറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഭാഷ വഴി നമുക്ക് ഒരു ലിഖിതം എന്ന് എഴുതപ്പെട്ടതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ലിംഗ്വിസ്റ്റിക്സിലെ വിദഗ്ധന്മാരായിട്ടുള്ളവർ പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഈ ഡെഡ് സീ സ്ക്രോൾസ് തന്നെ ഈ ബാബേൽ പ്രവാസത്തിനൊക്കെ എത്രയോ മുമ്പേ എഴുതപ്പെട്ടതാണെന്നുള്ളതിന് വേണ്ടത്ര തെളിവുകളുണ്ട്. അപ്പം ഇത് പിന്നീട് എഴുതിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ പിന്നീട് എഴുതിയിട്ട് പണ്ട് എഴുതിയതാണെന്നുള്ള മട്ടിൽ അത് നിവർത്തിച്ചു എന്ന് പറയുന്നതൊന്നുമല്ല. മറിച്ച് ഇത് ആദ്യകാലത്ത് തന്നെ, മോശയുടെ കാലത്ത് തന്നെ എഴുതപ്പെട്ടവയാണ് എന്ന് ഈ ചാവുകടൽ ചുരുളുകൾ പോലുള്ള അനേക തെളിവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനിയും ചില പ്രവചനങ്ങൾ മശിഹൈകമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതിന് നമ്മൾ പറയും മശിഹ സങ്കീർത്തനമാണ്. യഹൂദ അധികാരികൾ പോലും അവയെ മശിഹൈകമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 45-ാം സങ്കീർത്തനത്തിലും 110-ാം സങ്കീർത്തനത്തിലും മശിഹയെക്കുറിച്ച് പറയുന്ന, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനങ്ങൾ നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ കോട്ട് ചെയ്യുന്നത് വായിക്കുന്നുണ്ട്. അത് യഹൂദ താൽമുഡുകളിൽ ഈ 45-ാം സങ്കീർത്തനവും 110-ാം സങ്കീർത്തനവും മശിഹയെക്കുറിച്ചാണ് പറയുന്നതെന്ന് തന്നെ അവരെഴുതി വെച്ചിട്ടുണ്ട്. അതായത് BC AD 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ എഴുതിയ തൽമൂദുകളിൽ, അവരുടെ യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അവരെഴുതി വെച്ചിട്ടുണ്ട്. ഈ 110-ാം സങ്കീർത്തനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവമേ എന്നൊക്കെ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വചനങ്ങളൊക്കെ, പഴയ നിയമത്തിലെ വചനങ്ങളൊക്കെ തന്നെ മശിഹയെക്കുറിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാർ പോലും അത് മശിഹയെക്കുറിച്ചാണെന്ന് സമ്മതിക്കുന്നു. അപ്പം പിന്നെ ഇനി അവരറിയാത്ത ഏതാണ് കാര്യം അവശേഷിക്കുന്നത്? മശിഹ ദൈവമാണ്, മശിഹയെക്കുറിച്ചാണ് ഈ പ്രവചനം എന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. ഈ യേശുവാണ് മശിഹ എന്നുള്ള ഒരു സംശയമേ അവർക്ക് ഇന്നുള്ളൂ. അതും ഇനിയും മഹോപദ്രവകാലത്തിൻ്റെ അവസാനത്തിൽ അവരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷനായി അവരെ രക്ഷിക്കുന്ന സമയത്ത് അവർ കുലമായിട്ട് തന്നെ അത് അംഗീകരിക്കാനും പോവുക. അപ്പം ഇന്നുള്ള അവരുടെ മറവി, അവരുടെ അറിഞ്ഞുകൂടാഴിക എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവാണ് ആ മശിഹ എന്നുള്ളത് മാത്രമാണ്. മശിഹ ദൈവമാണെന്നോ അല്ലെങ്കിൽ മശിഹയെക്കുറിച്ച് പഴയ നിയമത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതോ ഒന്നും യഹൂദ പ്രമാണികൾക്ക് പോലും, അവരുടെ താൽമൂദുകൾക്ക് പോലും സംശയമില്ല. അവയിൽ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യഹൂദരുടെ ആശയക്കുഴപ്പം എന്തായിരുന്നു? അവരുടെ ആശയക്കുഴപ്പം ക്രിസ്തു ഏറ്റെടുത്ത 2 ദൗത്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ 2 ദൗത്യങ്ങളും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെന്നും പീഡിപ്പിക്കപ്പെട്ട ഒരു ജനമായതുകൊണ്ട് അവരെ രാജാവായിട്ട് രക്ഷിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ബോധമുള്ളായിരുന്നു. യെശയ്യാ 61-ന്റെ 1-3 ഭാഗങ്ങളിലൊക്കെ പറയുന്നത് പോലെ അവരുടെ ശത്രുക്കളെ കീഴടക്കി ന്യായവിധി നടത്തി അവരെ രക്ഷിക്കുന്ന ഒരു മശിഹയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, വിവരങ്ങൾ, പ്രവചനങ്ങൾ പഴയ നിയമത്തിലുള്ളത് അതേ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ യെശയ്യാ 53 പോലുള്ള ഭാഗങ്ങളിൽ അനേക തെളിവുകൾ രക്ഷകനായി തീരുന്ന മരിക്കുന്നവനായ മശിഹയെക്കുറിച്ചുണ്ട്. അത് അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് ചരിത്രപരമായിട്ട് അവരുടെ പീഡനങ്ങൾ കൊണ്ട് അവർക്ക് വന്നു ഭവിച്ച ഒരു ഹാർഡനിങ് അല്ലെങ്കിൽ കാഠിന്യം എന്ന് വേണേൽ പറയാം. നമുക്കറിയാം, അവർ തോന്നിയവാസം ജീവിച്ചു. ദൈവം അവരോട് വീണ്ടും വീണ്ടും പല കൽപ്പനകൾ അവർക്ക് നൽകി. BC 1500-നോടടുപ്പിച്ച്
മോശ വഴി അവർക്ക് എഴുതി കൊടുത്ത കൂട്ടത്തിൽ നമ്മൾ ലേവ്യ പുസ്തകം 26, 27 പറയുന്നത് പോലെ, അതുപോലെ മറ്റ് പുസ്തകങ്ങളിലൊക്കെ അതുപോലെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വരാൻ പോകുന്ന, അനുസരണക്കേട് കാണിച്ചാൽ വരാൻ പോകുന്ന വലിയ ദുരിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 7 വർഷത്തിൽ 1 വർഷം അവരുടെ ദേശം മുഴുവന് ശബത്തായിട്ടിടണം, അവർ കൃഷി ചെയ്യരുത്, അന്യനും പരദേശികളൊക്കെ വന്ന് താനേ വിളയുന്നതൊക്കെ പറിച്ചെടുത്തു കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള കൽപ്പനകളൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. അതനുസരിച്ചില്ലെങ്കിൽ ഞാൻ ദേശത്തിന് സ്വസ്ഥത കൊടുക്കും, ഞാൻ ഈ ദേശത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടും അവർ പഴയതുപോലെ ജീവിച്ചു. ഒരു 400 വർഷം കഴിഞ്ഞപ്പോൾ BC 1994 ദൈവം ഏലിയുടെ കാലത്ത് ശീലോഹ നശിപ്പിച്ച് അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരടയാളം ശീലോഹിൻ്റെ നാശത്തിലൂടെ നൽകിയിരിക്കുക, ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം. ഇരമ്യാവ് 25:12 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം വാസ്തവത്തിൽ ഈ ശീലോഹിനെ, അന്നത്തെ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്തെ നശിപ്പിക്കുകയും പെട്ടകം പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് അവർക്കൊരു വാണിംഗ് ആയിരുന്നു. കഴിഞ്ഞ 400 വർഷത്തെ കുഴപ്പങ്ങൾക്കുള്ള ഒരു വാണിംഗ് ആയിരുന്നു. ഇനി ഞാൻ അങ്ങനെ വിട്ടുതരാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു വാണിംഗ് ആയിരുന്നു. ഞാൻ നിങ്ങളെ കൈകാര്യം ചെയ്യും. പക്ഷേ ഈ വാണിംഗും അവർ സ്വീകരിക്കുന്നില്ല. ആ വാണിംഗും അവരെ ബാധിക്കുന്നേയില്ല. അങ്ങനെ പോകവെയാണ് BC 721 ഇസ്രയേൽ സാമ്രാജ്യം അശൂര്യരുടെ കയ്യിൽ അകപ്പെടുന്നത്. അതും അവർക്കുള്ള ഒരു വാണിംഗ് ആയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകന്മാരൊക്കെ, യെശയ്യാവും അതുപോലെ ഇരമ്യാവും യെഹസ്കേലും ഒക്കെ അവരോട് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സഹോദരിയായ ഇസ്രയേലിനെ ഞാൻ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും സൂക്ഷിക്കൂ, ഇല്ലെങ്കിൽ അപകടമാണ്. എന്നിട്ട് അവരും ദൈവത്തെ അംഗീകരിക്കുകയോ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ BC 606, 605 തൊട്ട് 686 വരെയുള്ള 586 വരെയുള്ള വർഷങ്ങളിൽ ദൈവം നെബൂഖദ്നേസറിനെ 3 പ്രാവശ്യം അയച്ച് അവരെ പീഡിപ്പിച്ചു. 686 അവരെ അടിമകളായിട്ട് കൊണ്ടുപോയി. എന്നിട്ട് അങ്ങനെ അവർ പിന്നീട് ഒരുപക്ഷെ 1948 വരെ സ്വന്തം രാജ്യമില്ലാതെ, സ്വന്തം രാജാവില്ലാതെ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നവരാണ്. അപ്പോൾ കർത്താവ് വരുന്ന കാലത്ത് ഓൾറെഡി അവരൊരു 600 വർഷം അടിമത്തത്തിലാണ്. അവർ നരകിക്കുക, പീഡിപ്പിക്കപ്പെടുക, അവരൊരു വിടുതലുകാരനെ നോക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് രാജാവായി വരുന്ന, അല്ലെങ്കിൽ അവരെ വിടുവിക്കാൻ വരുന്ന രാജാതിരാജാവായ മശിഹയെക്കുറിച്ച് ആ കാലത്ത് ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി പകരമായിട്ട് മരിച്ച് അവർക്കൊരു സ്ഥിരയാഗം ഒരുക്കി കൊടുക്കുന്ന, അവരുടെ ഒരു എന്നും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനായി തീരാനുള്ള ആ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതിരുന്നു. പക്ഷേ പഴയ നിയമത്തിൽ നിറയെ മശിഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദന്മാർ പോലും അംഗീകരിക്കുന്നുണ്ട്. ഈ പഴയ നിയമം യഹൂദന്മാരാണല്ലോ സംഗ്രഹിച്ച് അതിൻ്റെ കാനോനികതയൊക്കെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. അവർ പോലും മശിഹയെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ അനേക പ്രവചനങ്ങളെന്ന് പറയുന്നുണ്ട്. ഇനിയും ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രവചനങ്ങൾ മനഃപൂർവ്വം നിറവേറ്റാൻ കഴിയുമായിരുന്നില്ലേ? പലപ്പോഴും ഇവരങ്ങനെ പറയുന്നത്, കോയിൻസിഡൻ്റലായിട്ട് എങ്ങനെയോ നടന്നുപോയ കാര്യം നിങ്ങൾ പ്രവചനമാണെന്ന് പറയുക. അല്ലെങ്കിൽ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യം നോക്കി അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട്, കണ്ടില്ലേ എൻ്റെ ജീവിതത്തിൽ ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൂടെ? ഇതാണ് നിരീശ്വരന്മാരുടെ പലപ്പോഴും ഒരു ചോദ്യം. നിരീശ്വരന്മാരുടെ മാത്രമല്ല, വേദപുസ്തകത്തെ എതിർക്കുന്ന അനേകരുടെ, വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കളയാം. അങ്ങനെ പലരും ചെയ്തതല്ലേ? യൂദയുടെ കെട്ടിഞ്ഞാന്നൽ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ അവർ പറഞ്ഞു എന്ന് വന്നേക്കാം. പഴയ നിയമം നിവർത്തിക്കാനായിട്ട് പോയി കെട്ടിഞ്ഞാന്ന് മരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇവരുടെ വാദം വാസ്തവത്തിൽ ശരിയല്ല. എന്നാലും കേൾക്കുമ്പോൾ നമുക്കത് യുക്തിസഹമാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ കന്യകയിലൂടെയുള്ള ജനനം, കന്യകയുടെ ജനനമല്ല, കന്യകാ ജനനം, ഈജിപ്തിൽ നിന്നുള്ള മടങ്ങി വരവ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇങ്ങനെയുള്ള പല 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 പ്രവചനങ്ങൾക്കും മനുഷ്യനിയന്ത്രിതമായി ചെയ്യാൻ കഴിയുന്നവേ അല്ല. ഒരു കുഞ്ഞ്, യേശുക്കുഞ്ഞ്, ഞാൻ കന്യകയിലൂടെ ജനിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കന്യകയിലൂടെ ജനിച്ചു കളയാം എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് കന്യകാ ജനനം എടുത്തു എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല.
അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള മടങ്ങിവരവ്, ഈജിപ്റ്റ് അതിൻ്റെ സർവ്വ സൈന്യാധിപത്യത്തോടും കൂടെ അവരുടെ തേരുകളും അല്ലേ അവരുടെ അന്നത്തെ ഏറ്റവും മോഡേണായിട്ടുള്ള യുദ്ധമുറകളുമായിട്ടൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഈ 30 ലക്ഷം ജനങ്ങൾക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് പ്രവചന നിവൃത്തിക്കായിട്ട് ഞങ്ങൾ ചെയ്തു കളയാമെന്ന് വിചാരിച്ചാൽ സാധിക്കത്തില്ല. പുനരുദ്ധാനവും അതുപോലാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ജീവനെ കൊടുപ്പാനും അത് തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. കർത്താവ് തന്നെ നടത്തിയ പ്രവചനമാണ്. പിന്നെ പഴയ നിയമത്തിലും അതിനെക്കുറിച്ചുള്ള ധാരാളം പ്രവചനങ്ങൾ കാണുന്നുണ്ട്. മരിച്ചിട്ടൊരുവന് ഇത് നിവർത്തിക്കാനായിട്ട് ഇനിയും ജീവിച്ചു വന്നുകളയാ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം പ്രവചന നിവൃത്തിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് പ്രവചന നിവൃത്തിയാണെന്ന് പറയത്തക്ക വിധത്തിൽ മനുഷ്യ നിയന്ത്രിതമല്ലാത്ത, പറയാതിരിക്കത്തക്ക വിധത്തിൽ മനുഷ്യ നിയന്ത്രണമില്ലാത്ത അനേക സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥമായിട്ട് തന്നെ പ്രവചന നിവൃത്തിയായിട്ട് തന്നെ സംഭവിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറെ ചില പ്രവാചകന്മാർ ഞങ്ങളാണ് യഥാർത്ഥ മശിഹ എന്ന് അവകാശപ്പെടുന്നില്ലേ? പലരും പറയുന്നു. ഞാനാ യഥാർത്ഥ മശിഹ. ജോസഫ് സ്മിത്ത് പറയുന്നു അല്ലേ, മോർമോണിസം ഉണ്ടാക്കിയ അദ്ദേഹം പറയുന്നു, ഞാൻ മശീഹയാണ്, ഞാൻ ദൈവപുത്രനാണ്. അതുപോലെ പലരും പറയുന്നുണ്ട്. അനേക കാലങ്ങളിൽ അനേകർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെയൊക്കെയും നമ്മളങ്ങ് മശിഹയായിട്ട് അംഗീകരിക്കണം. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എന്നാൽ അവർക്ക് പ്രവചന പിന്തുണയില്ല, അത്ഭുതങ്ങളിലൂടെ സ്വയം തെളിയിക്കപ്പെട്ടിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തൻ്റെ ജനനത്തിന് തന്നെ 109 പ്രവചനങ്ങളുടെ നിവർത്തി പിന്തുണയായിട്ടുണ്ട്. അതിന് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ അതെങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അനേക പ്രവചനങ്ങൾ ഇങ്ങനെ നിവർത്തിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല സ്വയം ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെയുള്ള റോമാലേഖനം 1-ാം അധ്യായത്തിന് 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണ് എന്ന് നിർണയിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു തെളിവ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മാത്രമല്ല ഈ മശിഹയാണ് യഥാർത്ഥ മശിഹ എന്നറിയാനായിട്ട് ക്രൂശിലേക്ക് നോക്കിയാൽ മതി. അതെങ്ങനെ അറിയാം? യഥാർത്ഥ മശിഹ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം, യഥാർത്ഥ ദൈവപുത്രൻ സ്നേഹസ്വരൂപനായിരിക്കണം. ദൈവം സ്നേഹസ്വരൂപനാണെങ്കിലേ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പാപികളായിട്ടുള്ള നമ്മളെ എന്തിന് നിലനിൽക്കാനായിട്ട് അനുവദിക്കണം? അധികാരമുള്ള ഒരാൾ, സർവാധികാരിയായ ഒരാൾക്ക് തൻ്റെ സൃഷ്ടി പിഴച്ചുപോയെന്ന് കണ്ടാൽ ഉടനെ അതിനെ വേപ്പർ പോലാക്കി കളഞ്ഞ് ഇല്ലായ്മ ചെയ്തിട്ട് പകരം സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മനുഷ്യരെ അനുവദിച്ചു കൊടുക്കുന്നു, നമ്മൾ നിലനിൽക്കാനായിട്ട് സമ്മതിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നിലനിൽക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ദൈവം സ്നേഹമായിരിക്കണം. അപ്പോൾ ഈ മശിഹയും സ്നേഹമായിരുന്നേ മതിയാകും. ആ സ്നേഹം നമ്മൾ കാണുന്നത് ക്രൂശിലാണ്. നമുക്ക് വേണ്ടി മരിക്കുക വഴി താൻ സ്നേഹമാണ്, താൻ അബ്സല്യൂട്ട് സ്നേഹമാണ്, അത്യന്തിക സ്നേഹമാണ്, താൻ ദൈവമാണ് എന്ന് മശിഹ തെളിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുവനെ നമുക്ക് വേറെങ്ങും കാണിക്കാൻ കഴിയത്തില്ല. സ്നേഹസ്വരൂപനാണെന്ന് സ്വയം മരിച്ച് നമ്മളെ വീണ്ടെടുക്കുക വഴി തെളിയിച്ച ഒരാൾ പോലുമില്ല. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, തൻ്റെ കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവനെ വെച്ചു കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അപ്പം അബ്സല്യൂട്ട് ലവ് താനാണ് എന്നീ മശിഹ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഈ പല പ്രവാചകന്മാരും ഞങ്ങൾ മശിഹയാണെന്നൊന്നും പറഞ്ഞാൽ അതിന് പ്രവചനങ്ങളുടെ പിന്തുണയില്ല, അത്ഭുതങ്ങളുടെ പിന്തുണയില്ല. അവരൊന്നും തങ്ങൾ ദൈവമാണെന്ന് തെളിയിച്ചിട്ടുമില്ല. പിന്നെ മറ്റ് ചില ചോദ്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അനേക പ്രവചനങ്ങളാണ്. ഒരു ഭാവി സംഭവം ശരിയാണെന്ന് കാണിക്കുന്ന പല പ്രവചനങ്ങൾ. ബാർട്ടൺ പെയിന് അദ്ദേഹത്തിന് എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസീസ് 191 പ്രൊഫസികൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും സംഭവിച്ച അനേക കാര്യങ്ങൾ. അതിൽ ചിലത് മാത്രം ഇവിടെ എഴുതിയിരിക്കുന്നത്. എവിടെയാണ് ജനിക്കുന്നത്, മരിക്കുന്ന സമയം, മരണ രീതി, 30 വെള്ളിക്കാശിന് വിറ്റു, മരണം എങ്ങനെ മരിക്കുന്നു, മരിച്ചപ്പം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു, അതുപോലെ ഒരു ധനവാന്റെ ശവകുടീരത്തിൽ അടക്കപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അനേക പ്രവചനങ്ങളുണ്ട്. അത് ചിത്രരൂപത്തിലൊന്ന് കാണിച്ചാൽ അദ്ദേഹം പറയുന്നത് മാത്രമല്ല, ഒരു 7-8 കാര്യങ്ങളെടുത്ത് അപഗ്രഥിച്ച് ചിത്രരൂപത്തിൽ കാണിച്ചാൽ ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന അന്ന് ജനിച്ച
BC 4 ജനിച്ച, അല്ലെങ്കിൽ ആ കാലത്ത് ജനിച്ച ഈ ശിശുവാണ് ആ മശിഹ. പിൻ പോയിന്റിങ്, ദിസ് ഈസ് ദാറ്റ് മശിഹ. ഈ യേശുക്രിസ്തുവാണ് ആ മശിഹ. ഈ മശിഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബൈബിൾ ദൈവവചനമാണ്. മനുഷ്യന്റെ ആശയുടെ, പ്രത്യാശയുടെ കേന്ദ്രമാണ്. അപ്പൊ അന്ന് പുൽക്കൂട്ടിൽ കിടത്തിയ ആ ശിശുവാണ് കൃത്യമായിട്ട് ഈ 20,000 കോടി മനുഷ്യർ ഇതുവരെ പിറന്നതിൽ യഥാർത്ഥ മശിഹ എന്ന് തെളിയിക്കുന്ന അനേക പ്രവചനങ്ങളുണ്ട്. ബേത്ലഹേമിൽ ജനിച്ച യേശുവാണ് ഈ മശിഹ എന്ന് തെളിയിക്കുന്ന പ്രവചനങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ബേത്ലഹേമിൽ ജനിച്ച യേശുവാണ് ഈ ശിശു. ഇവിടെ ഒരു ശിശുവിനെ കാണിക്കുന്നുണ്ട്. ബേത്ലഹേമിൽ സെൻസസ് എടുക്കാൻ ജോസഫിനോടും മറിയയോടും കൂടെ പോയപ്പോൾ മറിയയ്ക്ക് കാലം തികഞ്ഞു, എവിടെയോ ജനിച്ചു. അതിനുശേഷം പുൽക്കൂട്ടിലെടുത്ത് കിടത്തി. ആ ശിശുവാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കുന്ന പ്രവചനങ്ങൾ. അതായത് ബേത്ലഹേമിൽ ജനിച്ച യേശുവാണ് ഈ ശിശു കാണിച്ചിരിക്കുന്നത്. അവൻ ആരാണ്? പഴയ നിയമ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ആ കുഞ്ഞ് മശിഹയാണെന്ന് കൃത്യമായി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. എവിടെ നിന്ന്? ബൈബിളിൽ നിന്ന്. അങ്ങനെ തെളിയിച്ചാലോ? ബൈബിള് ആധികാരികമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. മാത്രമല്ല, ഈ മശിഹയാണ് ലോകരക്ഷിതാവ്, പ്രവചനത്തിൻ്റെ നായകൻ, പൂർത്തിയാക്കപ്പെട്ടവൻ, പ്രവചനമനുസരിച്ച് വന്നവൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കും. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12:3, മത്തായി 1:21 നിന്ന് സകല മാനവജാതിക്കും രക്ഷ ഒരുക്കാൻ മശിഹ ഒരു മനുഷ്യനായിരിക്കണം, ഒരു മനുഷ്യൻ പിറക്കണം, മനുഷ്യരിൽ നിന്നൊരു സന്തതി ഈ ലോകത്തിലേക്ക് വരണം, അവനൊരു മനുഷ്യനായിരിക്കണം. പഴയ നിയമത്തിലൊക്കെ മൃഗങ്ങളായിരുന്നു രക്ഷിക്കാനായിട്ട് നാം ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത് ഭാഗികമായിട്ടുള്ള ആ രക്ഷാപൂർത്തിയെ വരുത്തിയുള്ളൂ, സമ്പൂർണ്ണ രക്ഷാപൂർത്തി വരുത്തിയില്ല. എന്നാൽ മാനവകുലത്തിൽ നിന്ന് ഒരാൾ ജനിക്കണം മശിഹയായിട്ട്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12:3 മത്തായി 1:21 ഒക്കെ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് മശിഹ ഷുഡ് ബി എ സീഡ് ഓഫ് എബ്രഹാം. ജനസിസ് 3:15, ഗലാത്യർ 3:16 ഇവിടെയൊക്കെ ആശയം കാണുന്നുണ്ട്. മശിഹ അബ്രഹാമിൻ്റെ സന്തതി ആയിരിക്കണം. അത് 15 നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്നിൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും. അപ്പോൾ അബ്രഹാമിലൂടെയാണ് സകല ജാതികൾക്കും ആ അനുഗ്രഹം വരേണ്ടത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നിന്നിൽ ഞാൻ സകല മനുഷ്യരെയും ഞാൻ അനുഗ്രഹിക്കുന്നത് പല ഭാഗത്ത് വരുന്നുണ്ട്. 12:3 അത് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതൊരു മശിഹ പ്രൊഫസിയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി ആയിരിക്കണം ഈ മശിഹ. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു കോൺസെൻട്രിക് സർക്കിളാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് അന്ന് ആ പുൽക്കുടലിൽ കിടന്ന ആ ശിശു ആയിരിക്കണം മശിഹ എന്ന് പ്രവചനങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് പോവുക. അതിനകത്ത് വരുന്ന ഒരു സർക്കിളാണ് മശിഹ യഹൂദാ ഗോത്രത്തിൽ നിന്ന് ആയിരിക്കണം. ഉൽപ്പത്തി 49:10 യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ മശിഹയെക്കുറിച്ചുള്ള വാഗ്ദാനം യഹൂദയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മശിഹ ഒരു മനുഷ്യനായിരിക്കണം, അബ്രഹാമീയ സന്തതി ആയിരിക്കണം. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്ന് ഒരു മനുഷ്യനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ പ്രക്രിയയിൽ ഇവിടെ യഹൂദാ ഗോത്രത്തിൽ എത്തിച്ചേരുക. ഈ മൂന്നാമത്തെ സർക്കിള് ഒരു അകത്ത് വരുന്ന സർക്കിളാ. ഇനിയും മെസ്സിയ ഷുഡ് ബി ഫ്രം ദ ഹൗസ് ഓഫ് ഇസ്രയേൽ. മശിഹ ഇസ്രയേലിൽ നിന്നായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 28:14, ലൂക്കോസ് 3:34 ഇവിടെയൊക്കെ കാണുന്നുണ്ട്. മശിഹ ഇസ്രയേലിൽ നിന്ന് ആയിരിക്കണം. ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ മുമ്പ് വരേണ്ട സർക്കിളാണ്. ഇത് ഈ അനിമേഷൻ വരുമ്പം തെറ്റിപ്പോകുന്നതാണ്. അപ്പം മശിഹ മനുഷ്യനായിരിക്കണം, മശിഹ അബ്രഹാമിൽ നിന്നായിരിക്കണം, മശിഹ ഇസ്രയേലിൽ നിന്നായിരിക്കണം, മശിഹ യഹൂദയിൽ നിന്നായിരിക്കണം. വീണ്ടും കുറെ കൂടെ ചുരുക്കുക ആ സർക്കിള്. മശിഹ ഈസ് ദ സീഡ് ഓഫ് ജൂഡ. മശിഹ യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ളവനായിരിക്കണം. പിന്നെ മശിഹ വിൽ ബി ഫ്രം ദ ഡിസെൻഡൻസ് ഓഫ് ഡേവിഡ്. യഹൂദാ ഗോത്രത്തിലെ തന്നെ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് മശിഹ ജനിക്കണം. 2 ശമൂവേൽ 7:12 മത്തായി 1:1 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. മശിഹ മനുഷ്യനായാൽ പോരാ, മശിഹ
അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്നായാൽ പോരാ, മശിഹ ഇസ്രയേല്യനായാൽ പോരാ, മശിഹ യഹൂദനായാൽ പോരാ, മശിഹ ഇശായി പുത്രനായിരിക്കണം, ദാവീദിൻ്റെ പുത്രനായിരിക്കണം. അങ്ങനെ ഈ സോണ് ചുരുക്കി ചുരുക്കി അവസാനം ഒരു മനുഷ്യനിലേക്ക് വരും. ആ പുൽക്കുടിലിൽ കണ്ട ആ ശിശുവാണ് മശിഹ. പ്രവചനം പിൻ പോയിന്റ് ചെയ്ത് പറയും. ഇതാർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ആധികാരികതയെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. പിന്നെയും സർക്കിൾ ചെറുതാകുക. മശിഹ ടു ബി ബോൺ ഇൻ ബേത്ലഹേം. മീഖ 5:2 മത്തായി 2:1-6 അത് കോട്ട് ചെയ്തിട്ടുണ്ട്. മശിഹ ബേത്ലഹേമിൽ ജനിക്കും. യോ, അന്നത്തെ ഒരു ചെറിയ പട്ടണമാണ് യഹൂദയിലെ. ആ ബേത്ലഹേമിലാണ് മശിഹ ജനിക്കാനായിട്ട് പോകുന്നത്. അത്ര ഫോക്കസ് ചെയ്തു വരിക, പിൻ പോയിന്റ് ചെയ്ത് വരിക ആ കുഞ്ഞിലേക്ക്. പണ്ട് പുല്ല് വിരിച്ച് പഴന്തുണി ചുറ്റി കിടത്തിയ ആ ശിശുവിലേക്ക് എത്തുക. യെസ്, ഇവൻ തന്നെയാണ് 20,000 കോടി മനുഷ്യർ ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഇവൻ തന്നെയാണ് ആ മശിഹ. ഇവൻ തന്നെയാണ് ആ പ്രവചന പൂർത്തീകരണ കുഞ്ഞ്. മാത്രമല്ല ഈ ബൈബിളിൻ്റെ ആധികാരികതയും അതോടൊപ്പം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ മശിഹ ടു ഇൻകാർണേറ്റ് ബൈ ദ എൻഡ് ഓഫ് BC. ദാനിയേൽ 9:24 ആ കണക്കൂട്ടിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. BC അവസാനം മശിഹ വരണം. അവിടുത്തെ ആഴ്ചക്കണക്കുകളൊക്കെ നമ്മൾ കണക്കാക്കിയാൽ, അഭിഷിക്തൻ മരിക്കുന്നതൊക്കെ കണക്കാക്കിയാൽ BC അവസാനം BCയുടെ അവസാന സമയത്ത് വേണം മശിഹ ജനിക്കാനായിട്ട്. അത് കഴിഞ്ഞാലോ വീണ്ടും അത് ഫോക്കസ് ചെയ്യുക. മെസ്സിയ ടു ബി എ സീഡ് ഓഫ് എ വിമൻ. ഈ മശിഹ ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കണം. അത് ഉൽപ്പത്തി 3:15 കാണുന്നുണ്ട്. മത്തായി 1:27-31 അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മശിഹ ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കണം. ഇത് എത്രയോ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രവചനമാണ്. ഇത് മനഃപൂർവ്വമായിട്ട് നിവർത്തിച്ച് ബൈബിളിലെ പ്രവചനങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയാത്ത ഒരു കാര്യമാണ്. ഇതാ ഒരു കന്യകയിൽ നിന്ന് കുഞ്ഞ് ഉണ്ടായി വരിക, മശിഹ ഉണ്ടായി വരിക. അപ്പം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് 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 വരിക. ആദ്യം വളരെ ബ്രോഡായിരുന്നു, അവസാനം വരുമ്പോഴത്തേക്ക് പിൻ പോയിന്റഡ് ആയിട്ട് ഒരാളിൽ കേന്ദ്രീകരിക്കുക. ബൈബിളിലെ പ്രൊഫസിയുടെ ഫുൾഫിൽമെൻറ്റിൻ്റെ, അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ എത്രയോ മനോഹരമായ രംഗമാണ് അത്. ഈ കുഞ്ഞു തന്നെ ആയിരിക്കണം. ബേത്ലഹേമിൽ പുൽത്തൊട്ടിയിൽ കിടന്ന ആ കന്യകാജാതനായ ഈ കുഞ്ഞു തന്നെയാണ് പണ്ട് 110-ാം സങ്കീർത്തനത്തിലും 45-ാം സങ്കീർത്തനത്തിലും മറ്റനേക ഭാഗങ്ങളിലും ബിലെയാമിൻ്റെ പ്രവചനത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു വരുമെന്നൊക്കെ മശിഹയുടെ പിറവിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നക്ഷത്രം അടയാളമായിട്ടുള്ള രാജാതിരാജാവായിട്ടുള്ള ആ ജന്മം ഇതാണ്, ഈ കുഞ്ഞാണ്. കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യത്തക്ക വിധത്തിൽ ബൈബിളിലെ പ്രവചനങ്ങൾ കൃത്യമാണ്. ഇതുപോലെ നമുക്ക് അനേക കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇസ്രയേലിൻ്റെ ചരിത്രം തന്നെ എടുത്താൽ ഇസ്രയേലിൻ്റെ ചരിത്രം മുഴുവൻ ഇനിയും അന്ത്യകാലം വരെയുള്ള ചരിത്രം മുഴുവൻ മുന്നമേ എഴുതി വെച്ചതുപോലെ ഇരിക്കും നമ്മൾ ബൈബിള് വായിച്ചു നോക്കിയാൽ. ആ 1669 ഒരു മനുഷ്യന് പാലസ്തീനിലേക്ക് ഇസ്രയേൽ തിരിച്ചു വരുമെന്നും പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അന്ന് ലോകത്തൊരു മനുഷ്യൻ്റെയും മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. 1669 ഒരു പുസ്തകത്തിന് കോപ്പി ലഭ്യമാണ്. 1669 അന്ന് സയനിസമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും മനുഷ്യ മനസ്സിൽ പോലും വന്നിട്ടില്ല. ഇസ്രയേൽ പല സ്ഥലങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ നശിച്ച ഒരു സംസ്കാരവും പിന്നെ പുനർജീവിച്ചിട്ടില്ല. നമുക്കറിയാം, മായൻ സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ അസീരിയൻ സംസ്കാരമുണ്ട്, അല്ലെ ഇതുപോലുള്ള അനേക സംസ്കാരങ്ങളുണ്ട്. ഒരിക്കൽ നശിച്ചു പോയാൽ ഒരു സംസ്കാരം അതേ രീതിയിൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടത്തില്ല. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണ് 1669 ഈ മനുഷ്യൻ എഴുതി വെക്കുന്ന ഒരു പുസ്തകമായിട്ട്. ഇസ്രയേലിലേക്ക്, പാലസ്തീനിലേക്ക് ഇസ്രയേൽ മടങ്ങി വരും. മാത്രമല്ല നമുക്ക് പരിചിതനായ ഒരു കവി ഇതിനെക്കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. 1884 വിദ്വാൻ കുട്ടിയച്ഛന് കാന്താതാമസം എന്തഹോ എന്നും പറഞ്ഞൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പരാതി പറയുന്ന, വാസ്തവത്തിൽ കർത്താവ് വരുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ച് വരാഞ്ഞപ്പോൾ കർത്താവിനോട് പരാതിയായിട്ട് പറയുന്നതാണ്. അതിലൊരു സ്റ്റാൻസ് ഇങ്ങനുണ്ട്: ഇസ്രയേല് തിരിച്ച് പാലസ്തീനിലേക്ക് വരാനായിട്ട് നീ കാത്തിരിക്കുകയാണോ? ആർ യു വെയിറ്റിംഗ് ഫോർ ദാറ്റ്? അതിനുവേണ്ടിയാണോ എന്നെ വിളിട്ട് കഷ്ടപ്പെടുത്തുന്നത്? സഭയെ നീ കൊണ്ടുപോകാത്തത് അതിനുവേണ്ടിയാണോ എന്ന് വിദ്വാൻകുട്ടി അച്ഛൻ പാട്ടിൽ എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ സയനിസ്റ്റ് പ്രസ്ഥാനം തന്നെ
തുടങ്ങുന്നത് അതിന് ശേഷമാണ്. 1890കളിലൊക്കെയാണ് സയനിസ്റ്റ് പ്രസ്ഥാനം തന്നെ തുടങ്ങുന്നതും ശക്തി പ്രാപിക്കുന്നതും ഇസ്രയേലിൻ്റെ മൈഗ്രേഷനുള്ള കാര്യങ്ങൾ. അതിനു മുമ്പേ കുറച്ച് പേരൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ശക്തമായ ഒരു മൂവ്മെൻ്റായിട്ട് മാറുന്നതിന് ശേഷമാണ്. അപ്പം കേരളക്കരയിൽ ജീവിച്ചിരുന്ന ഒരു പാട്ടുകാരനും ബൈബിളിൻ്റെ പേജുകൾ തുറന്നു നോക്കിയപ്പോൾ അതാ ഇസ്രയേലിനെ കുറിച്ച് കുറേ പ്രവചനങ്ങൾ കിടക്കുന്നു. അത് അവർ വീണ്ടും വന്നെത്തുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും ഉണ്ട് അതിൽ. അത് സംഭവിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹം മുന്നിൽ കണ്ടാണ് ആ പാട്ട് എഴുതിയത്. അപ്പം 1669 അതുപോലെ 884 ഒക്കെ ഇസ്രയേൽ മടങ്ങി വരും എന്ന് ബൈബിളിൻ്റെ താളുകളെ മാത്രം അടിസ്ഥാനമാക്കി, പ്രവചനങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ചിലര് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി പ്രവചനങ്ങളല്ല. സംഭവം സംഭവിച്ചു കഴിഞ്ഞ് ഇങ്ങനെയാണെന്ന് പറയുന്നതുമല്ല, മറിച്ച് യഥാർത്ഥമായിട്ട് അക്ഷരീയമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ഈ പ്രവചനങ്ങളുടെ നിവൃത്തി കാണിക്കുന്നത് ഈ ബൈബിളിൻ്റെ ഓതർ സർവജ്ഞാനിത്വമുള്ള ഒരാളാണ്. മുമ്പേ തന്നെ പിന്നീട് നടക്കാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. സർവവല്ലഭനായ സർവജ്ഞാനിയായ ഒരാളാണ്. അദ്ദേഹം തന്ന ബുക്കാണിത്. ഈ ബുക്ക് ദൈവികമായ ബുക്കാണ്. ഇതിൽ പതിരൊന്നും ഉണ്ടാകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ പ്രവചന നിവൃത്തികൾ ബൈബിളിനെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിട്ട്, യെസ്, ഇതാണ് ദൈവത്തിൻ്റെ പുസ്തകം, ഇതാണ് ഇൻഫാലിബിൾ ആയിട്ടുള്ള തെറ്റിക്കൂടാത്ത പുസ്തകം, ഇതാണ് ഇന്നറൻ്റ് ആയിട്ടുള്ള തെറ്റില്ലാത്ത പുസ്തകം എന്ന് ഇങ്ങനെ നമ്മളോട് അപങ്കുരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, തെളിയിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ടി.കെ. സാമുവൽ സാർ പാടിയിട്ടുണ്ടല്ലോ, ഹൃദിബോധം ലവമുള്ളവരെല്ലാം അടിവണങ്ങും തൻ സന്നിധി, അല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പ്രവചന നിവൃത്തിയൊക്കെ കാണുമ്പോൾ ഹൃദിബോധം ലവലേശമെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർത്താവിൻ്റെ മുന്നിൽ അടിവണങ്ങുകയും ഈ ബൈബിള് ശിരസാ വഹിക്കുകയും നെഞ്ചോട് ചേർക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. യെസ്, ദിസ് ഇൻഫന്റ് ജീസസ് ഈസ് ദ മെഷിയ പ്രൊഫസീഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അതെ, പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട മശീഹ ഈ യേശു എന്ന ഈ ശിശു തന്നെയാണ്. ഞാൻ 9 പ്രവചനങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു 10-100 എണ്ണം നമുക്കിങ്ങനെ കോൺസെൻട്രിക് സർക്കിളായിട്ട് കാണിക്കാം. പക്ഷേ അതിന് ഈ കമ്പ്യൂട്ടറൊന്നും പോരാ, വലിയ നിങ്ങളുടെ സ്ക്രീനും പോരാ എന്ന് വന്നേക്കാം. യെസ്, കാലം പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ച, ദൈവം വെളിപ്പെടുത്തിയ ആ മശിഹ ഈ ശിശുവാണ്, ഈ യേശുവാണ്. ഈ യേശുവിനെ വെളിപ്പെടുത്തിയ പുസ്തകം ദൈവികമാണ്, മഹത്താണ്, സത്യമാണ് എന്ന് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. നിറവേറിയ മറ്റ് അനേക പ്രവചനങ്ങളുണ്ട്. യഹൂദരുടെ ചിതറിക്കൽ ആവർത്തനം 2864 BC 1400 പ്രവചിച്ചാണ് AD 70 നിറവേറിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ പുനഃസ്ഥാപനം ധാരാളം വാക്യങ്ങളുണ്ട്. യെശയ്യാ 11:11, 12 ഇതൊക്കെ സംഭവിച്ചത്, ഇതൊക്കെ പ്രവചിച്ചത് BC 700 അടുപ്പിച്ചാണ്. 1948 അത് നിറവേറിയതായിട്ട് കാണുന്നുണ്ട്. യഹൂദയുടെ ബാബിലോണിയൻ അധിനിവേശം ഇരമ്യാവ് 15:9 അത് സംഭവിച്ചത് BC 587 ആണ് നിറവേറിയത്. അക്ഷരം പ്രതി നിറവേറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങൽ ഇരമ്യാവ് 25:11 നമ്മളത് വായിക്കുന്നുണ്ട്. 538 അത് നിറവേറിയതായിട്ട് കാണുന്നുണ്ട്. അനേക പ്രവചനങ്ങൾ ഇങ്ങനെ നിറവേറ്റപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു ഉദാഹരണമാണ്. യെശയ്യാവ് 48:28 തൊട്ട് 45:6 വരെയുള്ള ഭാഗത്തിൽ കോരേശിൻ്റെ ജനനവും കീഴടക്കലും എല്ലാം അവിടെ പ്രവചിക്കുന്നുണ്ട്. കോരേശ് ജനിക്കുന്നതിന് മുമ്പേ 44 അധ്യായത്തിൽ നമ്മളത് കാണുന്നത് കോരേശ് എന്നൊരുവൻ ജനിക്കും എന്ന് കോരേശിൻ്റെ പേര് സഹിതം പ്രവചിക്കുകയാണ്. അത് അതുപോലെ സംഭവിക്കുകയാണ്. മാത്രമല്ല 45:1 തൊട്ട് 6 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ഈ കോരേശ് എങ്ങനെയാണ് അവരെ കീഴടക്കിയത് എന്ന് കൃത്യമായിട്ട് അവിടെ തെളിയുന്നുണ്ട്. ഇവരുടെ ഈ ബാബിലോൺ പട്ടണത്തിലേക്ക് ശരിക്കും പുഴ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. വലിയ ദ്വാരം ഉണ്ടാക്കി അതിലൂടെ പുഴ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വേറൊരു സ്ഥലത്തൂടെ വെളിയിലൂടെ പോകും. അപ്പോൾ അവർക്ക് ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം വരത്തില്ല. സാധാരണ ശത്രുക്കൾ ജലസ്രോതസ്സുകളെയൊക്കെ അടച്ചു കളഞ്ഞ് രാജ്യങ്ങളെ കീഴടക്കാറുണ്ട്. ഇവരെ അങ്ങനെ കീഴടക്കാൻ പറ്റില്ല. ഒരു വലിയ നദി തന്നെ ഇവരുടെ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ വിടവിൽ നമ്മുടെ കൈവിരൽ താഴോട്ട് വെക്കുന്നത് പോലെ ശരിക്കും ബ്രോൺസിൻ്റെ ഓടാമ്പലുകൾ വെച്ചിരുന്നു. ഈ ഓടാമ്പലുകൾ
ഒരിക്കലും കടന്നൊരാൾക്ക് അകത്തേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ലായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവ വെള്ളത്തെ അകത്തേക്ക് കടത്തിവിടാൻ പര്യാപ്തവുമായിരുന്നു. അങ്ങനെ അനുസ്യൂതം വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരുന്നു, സമയവും പോയിക്കൊണ്ടിരുന്നു. ഒരു സമയത്ത് ഇതാ ബേൽഷസർ രാജാവിൻ്റെ നേതൃത്വത്തിൽ വലിയ പാർട്ടി നടക്കുക. ഈ പാർട്ടി നടക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിലെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കുടിച്ച് രസിച്ച് ദൈവത്തെ വെല്ലുവിളിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഈ രാജാവിനെതിരെയുള്ള കൈയെഴുത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഈ കുടിയുടെ നടുവിൽ ഈ ഇരുമ്പോടാമ്പലുകൾ അടയ്ക്കുവാൻ അവർ മറന്നുപോയി. ഈ ബ്രോൺസ് കൊണ്ടുള്ള ഓടാമ്പലുകൾ അടയ്ക്കുവാൻ അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ കോരേശിന് ആ നദി വറ്റിച്ച് ആനപ്പുറത്ത് ഇരുന്ന് തന്നെ ആ ഇരുമ്പോടാമ്പലുകൾ തുറന്ന് അതിലെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാനും കള്ളു കുടിച്ച് കുഴഞ്ഞാടിയിരുന്ന ജനത്തെ കീഴടക്കി അങ്ങനെ മേദ്യപാഴ്സ്യ സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ടും കഴിഞ്ഞു. അത് കൃത്യമായിട്ട് ആ പ്രക്രിയ എങ്ങനെയാ കീഴടക്കിയത് എന്നുള്ള പ്രക്രിയ ആ 45-ാം അധ്യായത്തിൽ യെശയ്യാവ് 45-ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃത്യം ചരിത്രം മുന്നമേ എഴുതുന്ന ദൈവിക വൈഭവം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പുസ്തകം ശരിക്കും ദിവ്യമായ പുസ്തകമാണ്. ഇത് അതുല്യമായ പുസ്തകമാണ്. ഇത് വിശ്വസനീയമാണ്. ഇത് സ്വീകാര്യമാണ്. ഇത് ആധികാരികമാണ്. ഈ കൊരേശിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അതുപോലെ നടന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ സോരിൻ്റെ നാശം എസെക്കിയേൽ 26:8 നമ്മൾ കാണുന്നുണ്ടെങ്കിൽ BC 507 നടത്തിയ പ്രവചനമാണ്. അത് 1291 AD ആ പ്രവചനം അതുപോലെ സംഭവിച്ചു. ഇന്ന് അത് വെറും തരിശായ പാറകൾ നിറഞ്ഞ ഒരു ദ്വീപാണ്. അതുപോലെ സീദോന്റെ നാശം എസെക്കിയേൽ 28, 22, 23 570 BC ഇത് 351 സ്വയം തീ വെച്ച പട്ടണം നശിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവചനങ്ങൾ ശരിക്കും ബൈബിളിൻ്റെ ആധികാരികതയെയും വിശ്വസ്യതയെയും തെളിയിക്കുന്ന നൂറുകണക്കിന് പൂർത്തീകരിച്ച പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. ബൈബിളിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും അംഗീകരിക്കാൻ, ഈ ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുവാൻ, ഈ ബൈബിള് വെളിപ്പെടുത്തുന്ന മശീഹയാണ് മനുഷ്യൻ്റെ പാപമോചന മാർഗമെന്ന് വിശ്വസിക്കാനായിട്ട് ഇതിൽ പരമായിട്ട് ഒരു തെളിവ് ആവശ്യമില്ല. അപ്പം ബൈബിളിലെ പ്രവചന നിവർത്തി, അധികം പ്രവചനങ്ങളുടെ അക്ഷരീയമായ നിവർത്തിയിലേക്ക് പോകാതെ തന്നെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സ്വീകാര്യമായിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസ്യമായിരിക്കുന്നത് എന്ന് ഞാനൊന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോയതുകൊണ്ട് 5 മിനിറ്റ് 5 മിനിറ്റില്ല 2-3 മിനിറ്റ് വേണമെങ്കിൽ ചോദ്യങ്ങൾക്കായിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ആ സമയം ഉപയോഗിക്കാം. ഈ ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവർത്തി, ബൈബിള് ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ അത് ആധികാരികമാണ്, അത് വിശ്വസനീയമാണ്, വിശ്വാസ്യതയുള്ളതാണ്, ആശ്രയിക്കത്തക്കതാണ് എന്ന് തെളിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.